ഹലോ എവ്രിവൺ, ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക അടയാണ്. എന്നാൽ ഇത് ചക്ക അവൈലബിൾ അല്ലാത്ത സീസണിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ നമ്മളിത് ചക്ക വരട്ടിയത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ചക്ക അട ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 കപ്പ് ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് പൊടി വേണം. അതിനകത്ത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയും 1 കപ്പ് പുട്ടുപൊടിയുമാണ് എടുക്കുന്നത്. സാധാരണ പുട്ടുപൊടി മതിയാകും. ഇവിടെ എന്നാൽ ചെമ്പ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചക്ക അടയ്ക്ക് നല്ല നിറമുണ്ടാകും. ഇത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക. അഥവാ ചക്ക വരട്ടിയതിന് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കര പാനിയും നമുക്ക് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് കുഴിച്ചതിന് ശേഷം കുറച്ച് ഏലക്കയും ചുക്കും കൂടെ പൊടിച്ചത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ചക്ക വരട്ടിയതാണ് എടുത്തെങ്കിൽ നമുക്ക് 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് വേണം. തേങ്ങ ചിരണ്ടിയതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഒരുപാട് ലൂസായി പോകരുത്. ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കണം. വെള്ളം കൂടിപ്പോയാൽ വേഗത്തില്ല. ഇനി നമുക്ക് വാഴയിലയിൽ ഇത് നന്നായിട്ട് പരത്തി കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതിയാവുന്നതാണ്. ഒരു തിൻ ലെയറായിട്ട് പരത്തി കൊടുക്കുക. എത്ര തിൻ ലെയറായിട്ട് പരത്തുന്നോ അത്രയും ടേസ്റ്റി ആയിട്ടായിരിക്കും ചക്കയട ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാ ചക്കയുടെയും ഇങ്ങനെ പരത്തി വെക്കാം. ഇനി ഇത് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുക്കാനായിട്ട് ഇഡലി കുക്കറിനകത്ത് 10 മിനിറ്റ് പുഴുങ്ങിയാൽ മതിയാവുന്നതാണ്. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് പുഴുങ്ങുന്നത്. വെയിറ്റ് ഇടാതെ പ്രഷർ കുക്കറിൽ 10 മിനിറ്റ് പുഴുങ്ങി എടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആവി പോകുമ്പോൾ തുറന്നെടുക്കുക. നമ്മുടെ ചക്കയടയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെമ്പ പുട്ടുപൊടി ഉപയോഗിച്ചുകൊണ്ട് നല്ല ബ്രൗൺ നിറത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ അരിപ്പൊടി തന്നെയാണെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് കളറിലായിരിക്കും നമുക്ക് ചക്കയട ഉണ്ടാക്കി കിട്ടുക. അപ്പം ഇനി ചക്കയട ഉണ്ടാക്കാനായിട്ട് ചക്ക സീസൺ വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ തന്നെ ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയുന്നതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.